ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വൈകിട്ടുള്ള ഒരു ചെറിയ കുറച്ച് വീഡിയോസൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒരു മഗ്‌രിബിൻ്റെ സമയമാണ്, ബാങ്കൊക്കെ കൊടുക്കാൻ ആയിട്ട് നിൽക്കുന്നത്. അപ്പം നല്ല പുറത്തുള്ള കുറച്ച് വ്യൂ ഞാൻ ഒന്ന് എടുത്തതാണ്. പുറത്തുള്ള കാഴ്ചകൾ കാണാൻ ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും കുറച്ച് സമയം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കണ്ടിരിക്കും. അപ്പോൾ നിസ്കാരമൊക്കെ തുടങ്ങാനായിട്ടുണ്ടെങ്കിലും കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കണ്ട് നിസ്കാരത്തിൻ്റെ സമയം ആവാനായിക്കണ്. നമ്മൾ തൊട്ടടുത്ത് തന്നെ രണ്ട് മൂന്ന് പള്ളികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബാങ്കൊക്കെ എടുത്ത് വിളിച്ച് കഴിഞ്ഞിരിക്കണ്. അപ്പോൾ ജമാഅത്ത് തുടങ്ങാനായിക്കണ്. അപ്പോൾ ഈ തൊട്ടടുത്തുള്ള പള്ളിയാണ് കേട്ടോ, നമുക്ക് അടുത്ത് പോകാൻ പറ്റുന്നൊരു പള്ളിയാണിത്. ജമാഅത്ത് തുടങ്ങിയിട്ട് അതൊന്ന് നിസ്കാരത്തിൻ്റെതൊക്കെ നമുക്ക് നല്ല സൗണ്ടിൽ കേൾക്കാം. നോമ്പായാലും നോമ്പല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിലൊക്കെ ആകുമ്പോൾ കേൾക്കാം കേട്ടോ. അപ്പം നിസ്കാരം ഇങ്ങനെ പള്ളിയിലൊക്കെ ഇങ്ങനെ നടക്കണം. ഇനി നമ്മൾക്ക് നിസ്കരിക്കണം. അപ്പം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോകണം. അപ്പോൾ ഇക്കൊക്കെ കിടന്ന് നീച്ച് ഡ്യൂട്ടിക്ക് പോയി അതേപോലെ ഇട്ടിരുന്നു. അപ്പോൾ അതൊക്കെ ശരിയാക്കി സമയം 8:15 കേട്ടോ. ഇത് മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പിന്നെ എടുത്തതാണ്. അപ്പോൾ ഇശാ നിസ്കരിച്ചതിന് ശേഷം അടുക്കളയ്ക്ക് കയറാണ്. ഒന്ന് പുറത്ത് പോകാനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ദോശയൊക്കെ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിസ്കാരം ഊത്തും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ദോശയ്ക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്, എന്തെങ്കിലും എന്നല്ല, നമ്മളെന്തെങ്കിലും രാത്രി അധികം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവമാണ് കഴിക്കില്ല, ചോറ് കഴിക്കില്ല. അപ്പോൾ പിന്നെ എന്നും ചപ്പാത്തി, ദോശ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് കഴിക്കുക. അപ്പോൾ ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇന്ന് ദോശയും മുട്ട റോസ്റ്റും ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ദോശയൊക്കെ കലക്കിയതിന് ശേഷം പെട്ടെന്ന് 4-5 ഒക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു ദോശ ചുടുന്ന സമയത്ത് തന്നെ. ദോശ ചുട്ട് കഴിയുമ്പോഴേക്കും അതൊന്ന് പുഴുങ്ങി റെഡിയായി റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ, വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദോശ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കണം. എഗ്ഗ് അപ്പുറത്ത് സ്റ്റൗവിൽ ഇങ്ങനെ ഇരുന്ന് അരിങ്ങോണ്ടിരിക്കുകയാണ്. ദോശ ആദ്യമായിട്ടാണ് ഇതിൽ ചുടുന്നത് കേട്ടോ. നമ്മൾ നാട്ടിലെ കുറേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കൊടുക്കുന്ന ചട്ടിയായിരുന്നു ഇത്. അപ്പോൾ കുറേ ആയിട്ട് ചുടാതെ ഇങ്ങനെ ഇരുന്നപ്പോൾ കിട്ടുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഫസ്റ്റിൽ ചുട്ടപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ചെറുതായിട്ടൊരു കളർ വ്യത്യാസം ഉണ്ടായിരുന്നു. ചട്ടി നല്ല കഴുകിയിട്ട് തന്നെ നമ്മൾ അടുപ്പിൽ വെച്ചോക്കുകയും ചെയ്തിരുന്നു. അപ്പത്തിനപ്പോൾ ചെറിയൊരു മാറ്റം. പിന്നെ ചുട്ട അപ്പത്തിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ ഈ ചട്ടിയിൽ ചൂടുന്ന ദോശയൊക്കെയാണ് ഞങ്ങൾ മലപ്പുറക്കാർ ദോശ എന്ന് പറയുക. പക്ഷെ ചിലവരൊക്കെ ഉഴുന്ന് ദോശ മറ്റേനുള്ള ദോശക്കാണ് പറയൽ. അങ്ങനെ ഈ ഒരു ദോശ ഞങ്ങൾക്ക് എല്ലാവരും ഫേമസ് ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. ഫേമസ് എന്നല്ല, എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്നൊരു ദോശയാണ്. ഫേമസ് എന്നല്ല, ഞങ്ങളെ നാട്ടിലെപ്പോഴും ഏത് വീട്ടിലായാലും
ഇതില്ലാത്തൊരു കച്ചവടമില്ല. അങ്ങനെ അതൊക്കെ ഇങ്ങനെ ചുട്ട് ഓരോന്നോരോന്ന് ചുട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ഈ ചട്ടിയിൽ നിന്ന് കിട്ടില്ല എന്നുള്ള. ചില ചട്ടി നമ്മൾ കുറേ കഴിഞ്ഞ് യൂസ് ചെയ്യുമ്പോൾ തീരെ കിട്ടാത്ത പോലെ ആയിരിക്കും. അപ്പോൾ വേഗം കിട്ടണം. അപ്പോൾ നല്ല സന്തോഷമായിട്ടാണ് അങ്ങനെ ഓരോന്നോരോന്ന് കുറേ കാലത്തിന് ശേഷം നാട്ടിൽ നിന്ന് ഈക്കൊക്കെ ഗൾഫിക്ക് വന്നിട്ട് ആദ്യമായിട്ട് കഴിക്കുകയാണിത് ദോശ. ഇപ്പം നാട്ടിലേക്ക് യു എക്ക് വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. പക്ഷെ അന്ന് നാട്ടിൽ വരുമ്പോൾ ഇങ്ങനത്തെ ഫുഡൊക്കെ കിട്ടാറുള്ളൂ. ഇവിടെ അങ്ങനത്തെ ഒന്നും അവർ ഉണ്ടാക്കാറില്ല. അവർക്ക് സമയമില്ല, ടൈമില്ല. അപ്പോൾ ഓരോന്ന് വേഗം കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാ ദോശകളൊക്കെ ഫുള്ളായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പുറത്ത് നമ്മൾ മുട്ടൊക്കെ ഇങ്ങനെ പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് റെഡിയാവാൻ നോക്കുകയാണ്. മുട്ട റോസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പോണതിന് മുന്നായിട്ടാണ് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി റെഡിയായി. അപ്പോൾ നമ്മൾ പോവാം. ഇങ്ങനെ ഡോറൊക്കെ തുറന്ന് നമ്മൾ വാതിലേക്ക് പൂട്ടി ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് നടന്നു. അങ്ങനെ ലിഫ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, പെട്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ലിഫ്റ്റ് ഓപ്പണായി. പിന്നെ കയറി എത്രയും പെട്ടെന്ന് താഴെ എത്തണം. ഓരോടെ താഴെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ 5ാമത്തെ ഫ്ലോറിലിരുന്ന് 5ാമത്തെ നിലയിലാണ്. അവിടെ നിന്ന് പിന്നെ ലെഫ്റ്റ് ഇറങ്ങി താഴേക്ക് ഇങ്ങനെ എത്തി. അങ്ങനെ ആദ്യമൊക്കെ ഇങ്ങനെ ലിഫ്റ്റിൽ കയറുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം ഒക്കെ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെത്തിയിട്ടുണ്ട്. ഈ ലിഫ്റ്റിൽ കയറാൻ ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടോ? എനിക്കെല്ലാം ഇഷ്ടമാട്ടോ ലിഫ്റ്റിൽ കയറി ഇങ്ങനെ ഒട്ടനാമത്തെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഓപ്പണായി താഴേക്ക് ഇങ്ങനെ വരുന്നതാണ്. എൻ്റെ മക്കളാണെങ്കിലും ലിഫ്റ്റിൽ കയറിയ ആദ്യം ബട്ടൺ അമർത്തുന്ന ആരാന്നാണ് കേട്ടോ നോക്കലേ. അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ എത്തിയിട്ടുണ്ട്. പുതിയത് ഓപ്പൺ ആയിട്ടുള്ള ജെറഫിലുള്ള സേവ മാർക്കറ്റിലാണ് നമ്മൾ എത്തിയത്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഫസ്റ്റ് നമ്മൾ ആദ്യം നോക്കലേ പച്ചക്കറി അങ്ങനത്തെ ഐറ്റംസൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനത്തെയൊക്കെ പച്ചക്കറി ഐറ്റംസ് അങ്ങനത്തെയൊക്കെ നോക്കി. ഫ്രൂട്ട്സായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും എടുത്തിട്ടില്ല. അവക്കാഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഫ്രോസൺ ഐറ്റം ചിക്കൻ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അങ്ങനത്തെ കൊടുക്കുന്നത്. അപ്പോൾ ഗരം മസാല നമ്മളത് കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ വാങ്ങിയിരുന്നു. ഏലക്ക, കറാമ്പൂ, പട്ട, ഗ്രാമ്പൂ അങ്ങനത്തെ ഒക്കെ ഇട്ടാൽ. അപ്പോൾ കുറേ ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് ഐറ്റംസ് ഉണ്ട് മാറ്റി, പച്ചക്കറിയൊക്കെ ഒരു ബില്ല് അടിച്ചതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കുറച്ച് നേരം കൂടി അവിടെ ഇങ്ങനെ ഇതാക്കിയപ്പോൾ കുറച്ചും കൂടി വീഡിയോസൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ നല്ല രസമല്ലേ. എല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണ കാണുമ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നല്ല രസമാണ് കാണാൻ കേട്ടോ. സാധനങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിലും ഇങ്ങനെ കണ്ടിരിക്കാൻ. കാരണം ഒക്കെ ഒരു അറേഞ്ച് ചെയ്ത് ഇങ്ങനെ കാണും. ക്യാപ്സിക്കം കണ്ടില്ലേ എന്ത് രസമാണല്ലേ. ഓക്കെ അത് 3 കളറിൽ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പാക്ക് ചെയ്ത് ഇങ്ങനെ വെച്ച് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒന്ന് കൂടുതലൊന്നും വാങ്ങണില്ലെങ്കിലും അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ ഒക്കെ വാങ്ങാൻ തോന്നും. അങ്ങനെ വാങ്ങിപ്പോൾ. അപ്പോൾ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.